അടിയ, പണിയ, കാട്ടുനായിക്ക, ചോലനായിക്ക, കുറിച്യ, കുറുമ തുടങ്ങിയ ആളുകളൊക്കെ ആദിവാസി ഇവരൊക്കെ എന്താ പറയുക ഇടപഴകിയാണ് ജീവിക്കുന്നത്, ഇടകലർന്ന് ജീവിക്കുകയാണ്. അപ്പോൾ ചേച്ചി തന്നെ നമുക്കൊക്കെ ഭയങ്കര, ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ എൻ്റെ സൂപ്പർ സീനിയറൊക്കെ ആയിട്ട് പഠിച്ചതാണ്. ചേച്ചിയുടെ അനിയനും എൻ്റെ അനിയനും ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം നമുക്ക് അവരൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ പേരിനൊരു പ്രത്യേക കൗതുകം ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും ഇപ്പോൾ പേരിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പേര് കൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ ഓർത്തിരിക്കുന്നു. അവരെന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഏറ്റവും 100% എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാന്ന് തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 23-ാം വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. പേരിന് പിന്നിലുണ്ട് ഒരു വലിയൊരു കഥ. നമുക്ക് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ പേര് പറഞ്ഞു. മുഴുവൻ പേര് അനസ് റോസ്ന സ്റ്റെഫി എന്നാണ്. ഇതിന് പിന്നിലൊരു കഥ കാണില്ലേ ഈ പേരിടാനുള്ള? കഥയായിട്ടില്ല. ഫാദർ ഭയങ്കര എന്താ പറയുക പൊതുപ്രവർത്തന രംഗത്തും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പം അനസ് എന്ന പേര് സജസ്റ്റ് ചെയ്തത് അമ്മയുടെ ഒരു കസിൻ ബ്രദർ നാടകത്തിലുണ്ട്. അപ്പോൾ ആളാണ് അങ്ങനെ ഒരു പേര്. ഒരുപാട് പേരുകൾ വന്നതിൽ നിന്ന് ഫാദറാണ് കുറച്ച് വലിയ പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. തുടക്കത്തിൽ എനിക്ക് ഈ പേരിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് അനസ് എന്ന് പറയുന്നത് മുസ്ലിം ബോയ്സിൻ്റെ ഇടയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പേര്. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായ പേരിനൊരു പ്രത്യേക കൗതുകം ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും ഇപ്പോൾ പേരിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പേര് കൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ ഓർത്തിരിക്കുന്നു. ഫാമിലിയെ പറ്റി? ഫാമിലിയിൽ പപ്പ, അമ്മ, ഞാൻ, എനിക്കൊരു സഹോദരനാണുള്ളത്. അവൻ ഇതുപോലെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. ആളിപ്പം മലബാർ സ്പെഷ്യൽ പോലീസിലാണ്, MSP നിലമ്പൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കല്യാണം ഇതുവരെ ആയിട്ടില്ല. ഒന്ന് കരിയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതേക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു മ്യൂസിയത്തിന് തറക്കല്ലിട്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ്? പണി നടന്നുകൊണ്ടിരിക്കുകയാണോ അത് ഓപ്പൺ ആയോ? അത് നമുക്ക് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം, അതായത് ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം, അത് കേരളത്തിൽ വരുന്നത് നമുക്ക് വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിലെ സുഗന്ധഗിരി പ്രദേശത്താണ്. ഈ സുഗന്ധഗിരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ഏരിയയാണ്. TRDM എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിന് കീഴിൽ വരുന്നതാണ്. അവിടെ ഇതിന് നമ്മൾ തറക്കല്ലിട്ടു തുടങ്ങി. ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ മന്ദഗതിയിലാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. എന്നാലും പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ള വിശ്വാസമുണ്ട്. മ്യൂസിയത്തിൽ നമ്മൾ മെയിനായിട്ട് ഉണ്ടാവുക ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഒരു മ്യൂസിയം അവിടെ പിന്നിൽ വരുന്നതിന് മറ്റു കുറേ ഉദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മുടെ വെറ്റിനറി സർവകലാശാല ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പഠന ഹബ്ബ് അവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ സാമൂഹ്യ സേവനത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ പപ്പ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അപ്പം ഒരു ഘട്ടത്തിലൊരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുമായിട്ട് സംസാരിച്ചു. പാർട്ടി എനിക്കതിനുള്ളൊരു അവസരം തന്നു. അങ്ങനെ ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഈ 23-ാമത്തെ വയസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് നേരിട്ടിട്ട് കാണും. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഈ വഴിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചലഞ്ചസ് ഒക്കെ? ചലഞ്ചസ് ഇപ്പം മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് തന്നെയാണ്, കുഞ്ഞു പ്രായമാണ്. അപ്പം രാഷ്ട്രീയമാകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുള്ളതാണ് ആ ഒരു മേഖല എന്നുള്ള രീതിയിൽ നമുക്ക് തുടരാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വിധത്തിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ മേഖലയെക്കുറിച്ച് നമുക്ക് വലിയ അവയർനെസ് ഇല്ലായ്ക ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക, നെഗറ്റീവ് ട്രോളുകൾ, കമൻറ്റുകൾ, അങ്ങനെയൊക്കെ. IAS പഠിക്കുന്നുണ്ടോ? നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു IAS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പം IASലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അതെങ്ങനെയാണ്? അത് എനിക്ക് കുഞ്ഞു മുതലേ ഉള്ള ആഗ്രഹം തന്നെയാണ്. അപ്പം അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോച്ചിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ചിന്തിച്ച സമയത്ത് നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നതിന് നല്ലൊരു എക്സ്പീരിയൻസ് കൂടി, ബേസായിട്ട് കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം അത് UPSCക്ക് ഇനി ഇതിന് ശേഷം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കളക്ടറായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? IAS എന്ന് പറയുമ്പോൾ കളക്ടർ മാത്രമല്ല, നമുക്ക് കുറേ മേഖലകളുണ്ട്. അപ്പം കളക്ടറായിട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് എന്താ പറയുക, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കുറേ കളക്ടർമാരെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതുപോലെ എല്ലാ മേഖലകളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം
ഇടപെടാൻ പറ്റുന്ന എല്ലാ മേഖലയിലും പോസിറ്റീവായിട്ട് ഇടപെടണം എന്ന് വിചാരിക്കുന്നു. ഇപ്പം വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ ഇടയിൽ നിന്നാണ് മേഡം ഇപ്പോൾ വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പോൾ അവരോട് ഇനിയും മേഡത്തിൻ്റെ പാത പിന്തുടരാനും ഇതിന് മുകളിലെത്താനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം എന്നെക്കാളും വലിയൊരു ഇൻസ്പിറേഷൻ നമുക്ക് വയനാട് ജില്ലയിൽ പൊഴുതന പഞ്ചായത്തിൽ ഉണ്ട്. അത് നമ്മുടെ IAS ശ്രീധന്യ ചേച്ചിയാണ്. ശ്രീധന്യ സുരേഷ് ചേച്ചി പൊഴുതനക്കാരിയാണ്. ഇടിയംവയൽ എന്ന് പറയുന്നത് നമ്മുടെ 1-ാം വാർഡിലാണ് അവരുടെ വീടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി തന്നെ നമുക്കൊക്കെ ഭയങ്കര, ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ എൻ്റെ സൂപ്പർ സീനിയറൊക്കെ ആയിട്ട് പഠിച്ചതാണ്. ചേച്ചിയുടെ അനിയനും എൻ്റെ അനിയനും ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം നമുക്ക് അവരൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരണം, ഒരുപാട് ആളുകൾ വരണം. പൊതുവേ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചു വരുന്ന കുട്ടികൾ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നാണ് പറയുക. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ, കഴിവുള്ള കുട്ടികളും നമുക്കിടയിൽ ഉണ്ടെന്നും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നും കാണിച്ചു കൊടുക്കണം. അതിന് കിട്ടുന്ന അവസരങ്ങൾ എന്താണെങ്കിലും അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് അവരോട് പറയാനുള്ളത്. ഒരുപാട് പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രതിനിധി എന്ന നിലയിൽ മാഡത്തിനിപ്പം എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്? മെയിനായിട്ട് പറയാനുള്ളത്, ഞാനൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. അതായത് കുറേ നമ്മളിപ്പോൾ ഹയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് ഞാനും, നെഗറ്റീവായിട്ടല്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും സംസാരിക്കാൻ, അതായത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഞാനും പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ വോയിസ് ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവരെന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ ഏറ്റവും 100% എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ അവരേതൊക്കെയാണ്? നമുക്ക് മൊത്തത്തിൽ പറയണ ഇപ്പോൾ 3000-ലധികം കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പൊഴുതന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അടിയ, പണിയ, കാട്ടുനായിക്ക, ചോലനായിക്ക, കുറിച്യ, കുറുമ തുടങ്ങിയ ആളുകളൊക്കെ ആദിവാസി, ഇവരൊക്കെ എന്താ പറയുക, ഇടപഴകിയാണ് ജീവിക്കുന്നത്, ഇടകലർന്ന് ജീവിക്കുകയാണ്. ഇങ്ങനെ ഒരു കോളനി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പണിയ മാത്രമായിട്ടായിരിക്കില്ല, അവർക്കിടയിൽ കാട്ടുനായിക്കയും ചോലനായിക്കയും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഇടപഴകിയാണ് ജീവിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമുക്ക് അതിന് ഉദാഹരണമാണ്. പറയുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അവരുടെയൊക്കെ ജീവിത രീതികൾ അതെങ്ങനെയാണെന്നൊന്ന് പറയും. ജീവിത രീതികൾ ഇപ്പോൾ പഴയ ജീവിത രീതികളൊന്നും ആരും പിന്തുടരുന്നില്ല. ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ജീവിത രീതി, വസ്ത്രധാരണ രീതി, സംസാരത്തിൻ്റെ രീതി, അവരുടെ എന്താ പറയുക വീട് നിർമ്മിക്കുന്ന രീതി, എല്ലാത്തിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഴയതിപ്പോൾ ഓലക്കുടിലുകളായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയാണോ ജനറൽ കമ്മ്യൂണിറ്റിക്ക് ജീവിക്കുന്ന കോൺക്രീറ്റ് വീടുകൾ, ടൈല് പാകിയ വീടുകൾ, ആ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്നത് നമ്മൾ ജീവിത മാർഗം, അത് പണ്ട് ഈ പറയുന്ന പോലെ കൊട്ട നെയ്ത്ത്, പായ നെയ്ത്ത്, മീൻ പിടിക്കൽ, ഞണ്ട് പിടിക്കൽ, അതൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. തൊഴിലുറപ്പും മറ്റ് പുറമെ പണിക്ക് പോകുന്നതൊക്കെ തന്നെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർക്കിടയിൽ ഇപ്പോഴും പഴയ ആ ശൈലികളൊക്കെ അനുവർത്തിച്ച് പോകുന്ന ആളുകളും ഉണ്ട്. കൊട്ട നെയ്ത്താണെങ്കിലും പായ നെയ്ത്താണെങ്കിലും മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ കാടുകളിൽ നിന്ന് തേന് പോലെയുള്ള കിഴങ്ങുകൾ പോലെയുള്ള പഴവർഗ്ഗങ്ങൾ ശേഖരിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ബിസിയാണ്. ബിസി എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബിസിയല്ല, പക്ഷെ നമ്മൾ ലൈഫിൽ എപ്പോഴും എൻഗേജ്ഡ് ആണ്. അതിനിടയിൽ ഞാൻ വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം വായിക്കും, തക്കം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെതായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നന്നായിട്ട് പാട്ട് കേൾക്കും. പാട്ട് പാടുമോ? ഇല്ല, പാട്ട് പാടില്ല. അനിയൻ നന്നായി പാടും, ഞാൻ പാടില്ല. വേണമെങ്കിൽ പാടാന്ന്, പക്ഷെ അത് പണിയാകും. അത് തന്നെ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് ഹോബീസ്. അതെ. പുതുതലമുറയോട് എന്താ പറയാനുള്ളത്? ഞാൻ അധികവും ഈ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരോട് പറയാറുള്ളൊരു കാര്യമാണ്, ഇന്ന് നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഒരുപാടാണ്. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ളതായിരിക്കുക. അതുകൊണ്ട് എന്താ പറയുക, എനിക്കാണെങ്കിലും എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കൊടുക്കാൻ കഴിയുന്ന ആളുകളായിട്ട് വളർന്നു വരണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ ഈ തലമുറ വളർന്നു വരുമ്പോൾ ഒരു നല്ല നാളെ എന്ന് പറയണമെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ആ പോസിറ്റീവായിട്ടുള്ള വഴിയിലൂടെ കടന്നു വരണം. മെയിനായിട്ട് അത് തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അവസരങ്ങളാണ്, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഈ പറയുന്ന പോലെ എവിടേക്കോ കുറച്ച് മായാവലയങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും
ആ കുട്ടി എങ്ങനെ പോസിറ്റീവാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് കണ്ടിട്ട് എപ്പോഴും മറ്റുള്ള ആളുകൾ പോസിറ്റീവായിട്ടായിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വഴിയിലൂടെ പോകുക എന്നാണ് പറയാനുള്ളത്. അപ്പം നമ്മുടെ അടുത്ത് കുറച്ചധികം നേരം സംസാരിച്ചു. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ് മാഡം. അപ്പോൾ ഭാവിയിൽ IAS ഒക്കെ എഴുതിയെടുത്ത് നല്ലൊരു നിലയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.